മന്ത്രി വി എൻ വാസവൻ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ നിലവിൽ ഈ അപകടം നടന്ന് 2 ആഴ്ച കഴിഞ്ഞാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഒരുപാട് ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ കേസെടുത്ത് മുന്നോട്ട് പോകാം എന്ന രീതിയിലേക്ക് സർക്കാർ എത്തിയത്? ഇപ്പോ ഫോർട്ട് കൊച്ചിയിലാണ് ഒരു FIR എടുത്തിട്ടുള്ളത്. അത് മത്സ്യത്തൊഴിലാളിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെന്റ് 2014 ഉത്തരവനുസരിച്ച് കടലിന്റെ പരിധിയിൽ ഒരു സ്റ്റേഷനെ അവർ നോട്ടിഫൈ ചെയ്ത് കൃത്യമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കേസുകൾ വന്നാൽ അതിൽ പരാതി ആസ്പദമാക്കി കേസുകൾ എടുക്കും. ഇപ്പോ ഒരു മത്സ്യത്തൊഴിലാളിയുടെ പരാതിയെ ആസ്പദമാക്കിയാണ് ഫോർട്ട് കൊച്ചി പോലീസ്, കോസ്റ്റൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ കടലിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം, ഡയറക്ടറേറ്റ് ഓഫ് ഷിപ്പിംഗ്, അവരാണ് പരിശോധിച്ച് ഇത്തരം കാര്യങ്ങൾ ഓരോ ഘട്ടങ്ങളിലും സംസ്ഥാന ഗവൺമെന്റിനെ ഇവരെ അറിയിക്കുക. അവരുടെ നിയന്ത്രണത്തിലാണ് കോസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ നേവിയൊക്കെ പ്രവർത്തിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസ് എടുക്കേണ്ടതില്ലെന്ന് ഒരു ഘട്ടത്തിലും തീരുമാനിച്ചിരുന്നില്ല. വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഓരോന്നും അതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ചും അതിൽ കിട്ടുന്ന റിപ്പോർട്ടുകളുടെ എല്ലാ അടിസ്ഥാനത്തിലും കൃത്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കേസ് അതെ, മിനിസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കപ്പൽച്ചാലിലാണ് ഉണ്ടായത്. രാജ്യാന്തര കപ്പൽച്ചാലിൽ നടന്നൊരു അപകടമാണ്. പക്ഷെ അതിന്റെ പരിണിത ഫലം മൊത്തം അനുഭവിച്ചത് നമ്മുടെ കേരള തീരത്താണ്. അതുകൊണ്ട് തന്നെ അതിൽ സർക്കാരിൽ ഒരു അലംഭാവം കാട്ടുന്നു എന്ന രീതിയിലുള്ള പരാതികളും ആക്ഷേപങ്ങളൊക്കെ സർക്കാരിനെതിരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഉയർന്നു കേട്ടതാണ്. ഈ കേസെടുക്കാനുള്ള എന്തെങ്കിലും ആശയക്കുഴപ്പം സർക്കാരിനുണ്ടായിരുന്നോ? ഒരു ആശയക്കുഴപ്പമില്ല. സാധാരണ കാളവിറ്റുന്ന് കയറ്റിയ കയറെടുക്കലല്ല പതിവ്. എല്ലാ കാര്യങ്ങളിലും അതിന്റെ നിയമവശം പരിശോധിച്ചു. നാളുകളിൽ നമുക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിൽ ക്ലെയിം കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് വാങ്ങിയെടുക്കാനും ഒപ്പം ഏതെല്ലാം തരത്തിൽ നമുക്കതിന് ആഘാതം ഉണ്ടായിട്ടുണ്ടെന്ന് പഠിച്ചും പരിശോധിച്ചുമാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിഷയങ്ങളിൽ ഇടപെടുക. ഇപ്പോ നേരത്തെ MSCയുടെ ഷിപ്പ് മുങ്ങിയിടത്ത് കഴിഞ്ഞ ദിവസം മുങ്ങൽ വിദഗ്ധന്മാർ വന്ന് അതിലെ ഓയിൽ ലീക്ക് ഉൾപ്പെടെ ഇപ്പോൾ പൂർണ്ണമായി അവരടച്ച് വെളിയിലേക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് അതിൽ നിന്ന് പുറത്തു വന്ന കണ്ടെയ്നറുകൾ പല സ്ഥലത്ത് കയറി തണിഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി ഇടപെടുകയും ആ കാര്യത്തിൽ നമുക്ക് കിട്ടേണ്ട നഷ്ടപ്രതിഫലത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിന് ക്ലെയിം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു. ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. ഒരു ക്രിമിനൽ ഓഫൻസ് നടന്നെങ്കിൽ മാത്രമേ ആദ്യം ചാടിക്കരുതെന്ന് കേസെടുക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ പരാതികൾ വരുന്നതിനെ ആസ്പദമാക്കിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പരിശോധനയിൽ വരുന്ന റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുമാണ് കേസെടുക്കേണ്ടത്. അതുകൊണ്ട് ആ കാര്യത്തിലെ സംബന്ധിച്ച് നിയമപരമായ വശം പരിശോധിച്ചും കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും ഇപ്പൊ വിശദമായ കാര്യങ്ങൾ പരിശോധിച്ച് ഇനിയും കാര്യങ്ങൾ വെളിയിൽ വരാനുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഭാവിയിൽ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പൊ കോസ്റ്റൽ പോലീസ്, കൊച്ചി പോർട്ട് പോലീസിലാണ് FIR എടുത്തിട്ടുള്ളത്. മിസ്റ്റർ, ഒരു കാര്യം കൂടി, നേരത്തെ ഈ മത്സ്യത്തൊഴിലാളികൾ പലരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാർ അതിന് പ്രഥമ പരിഗണന നൽകുന്നു എന്നാണ് താങ്കൾ ഇപ്പോൾ വ്യക്തമാക്കിയത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ അല്ലെങ്കിൽ ആ വാദങ്ങളൊക്കെ തെളിയിക്കണമെങ്കിൽ അതിന് കൃത്യമായ സയന്റിഫിക് എവിഡൻസുകളൊക്കെ നമുക്ക് വേണം. അപ്പോൾ ആ രീതിയിൽ ഒക്കെയുള്ള സഹായം അത് കേന്ദ്രത്തിൽ നിന്നൊക്കെ ലഭിക്കേണ്ടതാണ്. അത് സർക്കാർ എങ്ങനെയാണ് കാണുക, നടപ്പിലാക്കുക? അവർക്ക് നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലുള്ള ക്ലെയിം എല്ലാം നമുക്ക് വാങ്ങിയെടുക്കാൻ പരിശോധിക്കേണ്ട ഡിപ്പാർട്ട്മെന്റുകൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ വിദഗ്ധ ടീമുകളാണ് ഇതെല്ലാം പരിശോധിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയാണ്. ആ റിപ്പോർട്ടുകൾ ഒപ്പം നമുക്കിവിടെ ായിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി ഇത്തരങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ പരിസ്ഥിതി വകുപ്പും അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റും നമ്മുടെ കോസ്റ്റൽ പോലീസും ആ കാര്യത്തിൽ ജാഗ്രതയോടെ തന്നെ കാര്യങ്ങൾ പഠിക്കുകയും പരിശോധിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ചേർത്തിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ട കമ്പനിയുമായി ബാർഗൈൻ ചെയ്ത് നഷ്ടപ്രതിഫലം വാങ്ങാനുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തുക. അപ്പോൾ ആ റിപ്പോർട്ടുകളിലേക്ക് വരണമെങ്കിൽ ഇനിയും പരിശോധനകൾ പൂർണ്ണമാകൊണ്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അവർ ഏൽപ്പിച്ചിരിക്കുന്ന MSC കമ്പനി ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏജൻസി, അവരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ മുങ്ങൽ വിദഗ്ധന്മാർ വന്ന് മുങ്ങി ചോർച്ചകളെല്ലാം അടച്ചതിന് ശേഷം പോകണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ശരി, നന്ദി മിനിസ്റ്റർ. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പ്രതികരിച്ചത്. അതായത് കേസിലുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് യാതൊരു ആശങ്കകളും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിൽ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമുണ്ട്. ആ രീതിയിൽ വകുപ്പുകൾ തമ്മിൽ ഏകോപനം നടത്തുന്നുണ്ട് എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ തുറമുഖ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചത്.